ഇതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യോഗമായിരുന്നു ഭൂമിയുടെ ഇതിൽ ബേസ് ചെയ്തിട്ട്. ഇതേപോലെ നല്ല റെയർ പ്ലാനറ്ററി അലൈൻമെന്റ് വരുമ്പോൾ നല്ലതും വരില്ല. അപ്പോൾ ഈ കുംഭമേളയൊക്കെ നടക്കുന്ന റെയർ പ്ലാനറ്ററി അലൈൻമെന്റ് അത് സൂര്യനും വ്യാഴവും അതും ഇതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആണ്. ഇത് നമുക്ക് എല്ലാം ഇപ്പം നെഗറ്റീവ് മാത്രമല്ലല്ലോ വരിക, ഇപ്പോൾ ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ എന്താ പറയുക, കുംഭമേളയുടെ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ മാഘസ്നാനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാഘം ഇതൊക്കെ ശരിക്കും പ്ലാനറ്ററി അലൈൻമെൻറ്റ് നോക്കിയിട്ട് തന്നെയാണ്. ഓരോ പ്രദേശത്തിൻ്റെ പ്ലാനറ്ററി അലൈൻമെൻറ്റ്, അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് ദേവന്മാർ അമൃതത്തിൻ്റെ കുംഭം തട്ടി അല്ലെങ്കിൽ വീഴ്ത്തി അവിടെ പോയി മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നില്ല. കാരണം പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ആ ഗ്രഹത്തിൻ്റെ യോഗം അനുഭവിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അത് പുണ്യമായിരിക്കും. ഇപ്പം വ്യാഴം വളരെ സ്ട്രോങ് ആണ് ഗുരുവായൂർ. അതൊരു പ്ലാനറ്ററി അലൈൻമെൻറ്റ് ആ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം പെർമനൻ്റ്ലി ഉണ്ട്. അതായത് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം വ്യാഴഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ വ്യാഴത്തിൻ്റെ വ്യാഴം അവിടെ ഉണ്ട്. ഭൂമിയിൽ വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രശ്മികൾക്ക് ശക്തി കൂടുതൽ പതിക്കുന്ന, അതങ്ങനെയാണ്. നമ്മൾ പറയില്ലേ, വീടിൻ്റെ മുഖം ആ കിഴക്കോട്ടണക്കാർ എന്നും വെയിലാണ്, അവിടെ ആ മുറിയിൽ ചൂട് കൂടുതൽ, അവിടെ കിടക്കണ്ട, നിങ്ങൾ ഇപ്പുറത്തെ റൂമിൽ കിടന്നോളൂ പറയും. അത് പറയണം നമ്മൾ തന്നെയാണ് ഇതിനെ കളിയാക്കുന്നത്. ആ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ രശ്മികൾക്ക്, കൊടുങ്ങല്ലൂർ ചൊവ്വയ്ക്ക് വളരെ പ്രധാനമാണ്, പഴനി ചൊവ്വയ്ക്ക് പ്രധാനമാണ്, മുരുകൻ്റെ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ചൊവ്വയ്ക്ക് പ്രധാനമാണ്. അത് ചൊവ്വ അവിടെ വന്ന് ഇരുന്നുകൊണ്ടല്ല, ആ പ്ലാനറ്റിൻ്റെ രശ്മികളുടെ പതനം, ആ വീഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ സ്ഥലങ്ങളിൽ യുഗയുഗങ്ങളായിട്ട് മറ്റ് സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് കൂടുതലായിരിക്കും. ശനിയുടെ രശ്മികൾക്ക് ശക്തി കൂടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇവിടെയും തിരുപ്പതിയിലും. ശനിദോഷത്തിന് ബെസ്റ്റ് പരിഹാരമാണ്. കാരണം ശനി മന്ദതയാണ്, പത്മനാഭൻ സങ്കല്പശക്തിയാണ്, മറ്റേ ആൾ സക്രിയമായിട്ടുള്ള ഇച്ഛാശക്തിയാണ്. എവിടെ തിരുപ്പതി ഇരിക്കുന്ന ആൾ പ്രൊഡക്ടിവിറ്റിയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സൃഷ്ടിച്ച സങ്കല്പശക്തിയാണ്, പത്മനാഭഭാവമാണ് സങ്കല്പശക്തി. അപ്പോൾ സങ്കല്പശക്തിയോ പ്രൊഡക്ടിവിറ്റിയോ അല്ലേ ശനി എന്ന് പറയുന്ന മന്ദതയുണ്ടാക്കുന്ന ആൾക്കുള്ള പരിഹാരം. ആ ഗ്രഹങ്ങളുടെ രശ്മികൾ, അതുകൊണ്ടാണ് ശനി ചക്രവർത്തിത്വം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കും. നമ്മുടെ വിചാരം ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശനിയാണ് വീട്, വാഹനം, വിവാഹം സകലതും കൊടുക്കണം. ശനി ഈശ്വരനാണ്. വ്യാഴത്തിനെ നമ്മൾ ഗുരുവായിട്ട് പറഞ്ഞാലും ജീവിതം പഠിപ്പിക്കുന്നത് ശനിയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഗുരുനാഥൻ ശനിയാണ്. അപ്പോൾ ശനിക്കുള്ള പ്രാധാന്യമുണ്ട്. ഇതേമാതിരി ബുധന്, ഇതേമാതിരി സൂര്യന്, രാമേശ്വരം സൂര്യന് വളരെ പ്രധാനമാണ്. ശനി പ്രധാനമായിട്ടുള്ള വേറൊരു സ്ഥലം പറയാം, കാശി പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുപ്പതി, ഇതൊക്കെ വളരെ വിശേഷമാണ് ശനിക്ക്. ശുക്രന് ശ്രീരംഗം വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ ശനിക്കും ബുധനും ശബരിമല. ശനിക്കും ബുധൻ ശാസ്താവാണ്. ബുധനാണ് ശാസ്താവ്. ശാസ്താവിൻ്റെ മന്ത്രവും ബുധനും കോമണായിട്ട് മന്ത്രമുണ്ട്. ഇങ്ങനെയൊക്കെ അനവധിയുണ്ട്. അത് വേറൊരു ബ്രാഞ്ചാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഗ്രഹരശ്മികൾ വീഴുന്നതിൻ്റെ, അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പെർമനൻ്റ് തലത്തിൽ യുഗയുഗങ്ങളായിട്ട് അങ്ങനെയാണുള്ള സ്ഥലങ്ങൾ. ഇനി അത് മാത്രമല്ല മൊമെൻ്ററി വരുന്നത് ഒരു നിശ്ചിത കാലയളവ്, ഒരു 10 ദിവസം, 40 ദിവസം, 16 ദിവസം, അങ്ങനെ വരുന്ന ഗ്രഹയോഗങ്ങൾ, അതിവിശേഷ ഗ്രഹയോഗങ്ങൾ. ആ സമയത്ത് ചില ഭൂതങ്ങളിൽ ചൈതന്യം വർദ്ധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഈ കുംഭമേള പോലുള്ള സമയത്ത് ജലത്തിലാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഗംഗാ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പറയും. ഗംഗ ജലത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഊർജ്ജഭാവമാണ്. അതൊരു നദി മാത്രമല്ല, ആ ദേവത എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ, ഇപ്പം നമ്മൾ പറയില്ലേ ഒരാൾ എപ്പോഴായിട്ട് അയാളുടെ കഴിവ് മുഴുവൻ പുറത്തെടുത്ത് എന്ന് പറഞ്ഞാൽ ആ ജലത്തിൻ്റെ കഴിവ് മുഴുവൻ പുറത്ത് വരുന്നുണ്ടെങ്കിൽ ആ കഴിവ് അതിൻ്റെ ഫുൾനെസ്സിനെയാണ് നമ്മൾ ഗംഗ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പറയും ഭാരതത്തിലെ സകല നദികളിലും ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാവണം ആ സമയത്ത്. അപ്പോൾ നമുക്ക് സ്നാനം ചെയ്താൽ ഗംഗാ സ്നാനം ചെയ്ത ഫലം കിട്ടുമെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ശരീരത്തിൽ ജലം എന്ന് പറയുന്ന തത്വത്തിൻ്റെ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ്
സമയമാണത്. കാരണം ജലം അതേമാതിരി വായു ഇത് രണ്ടും ആണ് നമ്മുടെ ആധ്യാത്മികതയുടെ അടിത്തറയിൽ നിൽക്കുന്നത്. അതിൻ്റെ ഉയർന്ന തലങ്ങളിലാണ് ആകാശവും അഗ്നിയും നിൽക്കുന്നത്. പൃഥ്വി പിന്നെ നമ്മുടെ ശരീരമാണ്. അപ്പം തീർത്ഥസ്നാനം ചെയ്യാൻ ഉള്ള ഏറ്റവും മികച്ച സമയമാണ്. എന്താ ഈ തീർത്ഥസ്നാനം? ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധീകരണം, ഉണർവ്, ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സമയം. അപ്പം നേരത്തെ നമ്മൾ ഇതൊരു മുഹൂർത്തമാണ്, കുറച്ച് നീണ്ടു നിൽക്കണ മുഹൂർത്തം എന്ന് നമുക്ക് പറയാം. അതായത് പ്രപഞ്ചത്തിൽ ആത്മീയ ശുദ്ധീകരണത്തിനും ഉണർവിനും ഉള്ള ഒരു താളം ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അതിനെ അലൈൻഡ് ആക്കുക, നമ്മളെ അതിനുള്ള സമയം. അതുകൊണ്ടാണ് ഇപ്പോൾ കുംഭമേള പോലുള്ള അല്ലെങ്കിൽ മാഘസ്നാനം പോലുള്ള സമയങ്ങൾക്ക് തീർത്ഥസ്നാനങ്ങൾ ഏറ്റവും വിശേഷമാണ്. ഈവൻ ഏകാദശി അല്ലെങ്കിൽ എന്താ പറയുക പ്രദോഷം, ഇതൊക്കെ ഒരു മുഹൂർത്തമാണ്. എൻഡ് ഓഫ് ദി ഡേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരണയ്ക്കുള്ള മുഹൂർത്തം എന്നാ പറയുക അല്ലേ, വ്രതം മുറിക്കുന്നതിന്. അതെ. അപ്പോൾ ഇതാണ്. അപ്പോൾ അങ്ങനെ ഗ്രഹയോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ നല്ല ഗ്രഹയോഗങ്ങളും വരാം, ചീത്ത ഗ്രഹയോഗങ്ങളും വരാം. പക്ഷെ അത് നമ്മളെ എങ്ങനെ ബാധിക്കണമെന്നുള്ളത് ആ ഗ്രഹയോഗങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ പണ്ടുണ്ടായി, ഇന്നും ഉണ്ടാവുന്നുണ്ട്, നാളെയും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയും പണ്ടത്തെ അത്ര ഇഫക്റ്റ് ഇല്ല ഇപ്പോൾ വ്രതത്തിന്, അല്ലെങ്കിൽ പണ്ടത്തെ അത്ര ഇഫക്റ്റ് ഇല്ല ഇപ്പോൾ പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇതേ സമയം തന്നെയല്ലേ പണ്ടും എന്ന് പറയും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഈ ലോകത്തിൽ നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് അത് ഇഫക്റ്റ് ആവണമെന്ന് മാത്രം, അല്ലാണ്ട് ഗ്രഹയോഗത്തിന് മാറ്റം വരില്ല. ഇപ്പോൾ വസുന്ധരായോഗത്തിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ആ 3 ഗ്രഹങ്ങൾ വ്യാഴശനി ചൊവ്വകൾ ഒരു രാശിയിൽ വരാം, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ വന്നാലൊക്കെ സംഭവിക്കാം. പക്ഷേ അത് പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നടക്കാം, നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നടക്കാം, അടുത്ത നൂറ്റാണ്ട് നടക്കാം, പണ്ട് നടന്നുണ്ടാവും. അതിൻ്റെ ഇഫക്റ്റ് ഇവിടെ നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ്. അതേമാതിരി പ്ലസ്സിനനുസരിച്ച് പ്ലസ്സും അത് തന്നെയാണ്. ഇപ്പോൾ സൂര്യനും വ്യാഴവും ചേർന്ന് വരുന്നു. സൂര്യനും വ്യാഴവും ചേർന്ന് ഇന്ന രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്നാനം ചെയ്താൽ ഇന്ന വിശേഷം എന്ന് വരുന്നത് പ്രമാണമാണ്. അത് ജനറൽ ഒബ്സർവേഷനിൽ കാലങ്ങൾ കൊണ്ട് ആചാര്യന്മാരുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും. കയ്യിലിരിപ്പ് റൈറ്റ് വേർഡ്. ഞാൻ എപ്പോഴും കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്ലേസ്മെന്റ് ആണത്. റിലേറ്റ് ചെയ്യാൻ ഭയങ്കര കർമ്മത്തിനെ ഇതാക്കാൻ വേണ്ടി ഞാൻ പറയണത്. നമ്മുടെ ഇൻഡെക്സ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് ഡൈവേർട്ട് ചെയ്യും. മറ്റേതാകുമ്പോൾ പ്രിസൈസാ. അപ്പോൾ ഈ ഇനിയൊരു ഈ പ്ലാനറ്റ്സ് ഒക്കെ അതേതായ പേസിൽ പോകുന്നു, ആ മൂവ്മെൻ്റ് ഒക്കെ വരുന്നു. ഇപ്പം ഇതേപോലത്തെ റെയർ ഓഫ് ദി റെയറസ്റ്റ് അലൈൻമെൻറ്റ് വരാം. സോ ഈ മൂവ്മെൻറ്റ് ഇനിയും ഇതേപോലത്തെ അലൈൻമെൻറ്റ് വരുത്താം. ഇതേപോലത്തെ എന്തെങ്കിലും ഡിസാസ്റ്റർ, പല വേരിയഡ് ഡിസാസ്റ്റേഴ്സ് ഇനിയും വരാം. ക്യാൻ ബി എ വൈറസ്, ക്യാൻ ബി എ സുനാമി, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മഴ, എന്ത് വേണിച്ചാലും ആവാം. അപ്പം ഇതെല്ലാം നമ്മളുടെ പഞ്ചാംഗത്തിലും എല്ലാത്തിലും ഇത്ര കാലം കഴിയുമ്പോൾ ഡിഫൈൻഡ് ആണ് അല്ലേ? അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇതൊക്കെ അറിഞ്ഞതും. അപ്പോൾ ഇതറിയുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ആസ്ട്രോളജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഇമ്പാക്റ്റ് ഉണ്ടാവും, എത്ര നമ്പേഴ്സ് അതിൽ വരും എന്നുള്ള ഇതുവരെയും പ്രിസൈസ്ലി ആസ്ട്രോളജി വെച്ച് പറയാൻ പറ്റും. അപ്പം ഒരു ഫ്രീ തിങ്കർ ലെവലിലൊരു ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം നമ്മളുടെ കയ്യിലുണ്ട്, ഇങ്ങനെ വരാൻ പോകുന്നതും ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ആസ്ട്രോളജി ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇത് വരുമ്പോൾ എന്ത് ചെയ്യാൻ, വരാണ്ടിരിക്കാൻ പറ്റില്ല, വരും. പക്ഷെ വരുമ്പോൾ നേരത്തെ നമ്മൾ ശരത്തേട്ടൻ പറയുന്ന പോലെ കണ്ണി കൊള്ളുന്നത് പുരികത്ത് തട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനും അതിന് വേണ്ട കംപ്ലീറ്റ് മെഷേഴ്സും എടുക്കാൻ ഇത് രണ്ടും കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മളുടെ കൺട്രിയിൽ ഇപ്പോൾ ഭാരതം ആസ് സച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അത് എടുക്കാത്തതും അങ്ങനെ നോക്കാത്തതും? സത്യം പറഞ്ഞാൽ നോക്കാത്തതും എടുക്കാത്തതും എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളതൊരു കൂട്ടായ്മയിൽ ചെയ്യാത്തത് കൊണ്ടാണ്. ഇൻഡിവിജ്വലായിട്ടുള്ള അസ്ട്രോളജേഴ്സിന് ഇത് അറിയണവരുണ്ട്, നല്ല വിദഗ്ധന്മാരായിട്ടുള്ള ജ്യോതിഷികൾക്ക് മുൻകൂട്ടിയിട്ട് ഇത് അറിയും. പക്ഷേ അവരൊറ്റയ്ക്ക് എന്ത് ചെയ്യും? ഒരു രാജ്യത്തിന് മൊത്തം അവർക്കൊരു മുന്നറിയിപ്പ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അറ്റ്ലീസ്റ്റ് എഴുതിയാൽ അവനെ ഭ്രാന്തെന്ന് പറയും. അപ്പോൾ പേടിച്ചിട്ട് അത് വെറുതെ എന്തിനാ പൊല്ലാപ്പെന്ന് പറഞ്ഞിട്ട് പറയാത്തതാണ്. വാസ്തവത്തിൽ കലക്റ്റീവ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ നാഡീ ജ്യോതിഷത്തിൻ്റെ ഒക്കെ ഞാൻ ഈ ചിദംബര രഹസ്യം എഴുതുന്ന സമയത്ത് തമിഴിൽ സൺ ടി വിക്ക് എഴുതുമ്പോൾ പണ്ട് ആ സീരിയൽ എഴുതുമ്പോൾ കുറേ പഠിച്ചു ഞാൻ നാഡീ ജ്യോതിഷത്തിൻ്റെ വിഷയം. അതിൽ ഇൻഡിവിജ്വൽ ഹിസ്റ്ററി ക്യാൻ ബി കൊളേറ്റഡ് ടു കലക്റ്റീവ് ഹിസ്റ്ററി. എൻ്റെയും അശോകിൻ്റെയും ജീവിതത്തിൻ്റെ ചരിത്രം എടുത്തിട്ട് ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും ചരിത്രമായി.
ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിലുള്ള ഓരോരുത്തരുടെ ഇപ്പോൾ ഒരു 1,00,000 പേര് ഇവിടെ ഉണ്ടെങ്കിൽ ആ 1,00,000 പേരിൽ ഒരു 1000 പേരുടെ പല ഭാഗങ്ങളിൽ തെക്ക് വടക്ക് നോർത്ത് ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ ജീവചരിത്രം മുഴുവൻ എടുത്തിട്ട് ഒരു കൊളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടി. സത്യമല്ലേ? ഇതേ വിദ്യയാണ് നാഡീജ്യോതിഷം ചെയ്യുന്നത്. അത് ഈവൻ നമ്മുടെ നോർമൽ ജ്യോതിഷത്തിലും അത് ചെയ്യാൻ പറ്റും. അതെങ്ങനെ വെച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയണം. ഇപ്പോൾ 2004 ഡിസംബർ മാസം 24-ാം തീയതി രാവിലെ നാഗപട്ടണത്തിലുള്ള ഒരാൾ ബീച്ചിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ മുങ്ങി മരിക്കും എന്ന് പ്രവചനം, അയാളുടെ ജാതകപ്രകാരം. ഓക്കെ. തൂത്തുക്കുടിയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലെ 15 പേരും കടലിൽ മുങ്ങി മരിക്കണു 2004 ഡിസംബർ 24 രാവിലെ 8:15. മദ്രാസ് മെറീന ബീച്ചിൽ രാവിലെ നടക്കാൻ പോകുന്ന ഏകദേശം 500-ൽ പരം ആൾക്കാർ, അതിൽ ഓരോരുത്തരും ഒരാൾ മരിച്ചു പോകുന്നു കടലാക്രമണത്തിൽ 2004 ഡിസംബർ 24 രാവിലെ 8:15. ഇവരുടെയൊക്കെ ജാതകങ്ങൾ എഴുതുന്ന ജ്യോതിഷന്മാരാരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ദർ ഇസ് എ സിസ്റ്റം, മുൻകൂട്ടിയിട്ട് ഇവരുടെയൊക്കെ ജാതകങ്ങൾ ഒരു പർട്ടിക്കുലർ ഭൂപ്രദേശത്തുള്ളവരെ മുഴുവൻ ജാതകങ്ങൾ എടുത്തിട്ട് ഒരു കോമൺ ഈവൻറ്റ് കാണുമ്പോൾ ഇതാണ് കോമൺ ഈവൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവരെ മുഴുവൻ ബാധിക്കുന്ന ഒരു ലാർജർ ഈവൻ്റ് അവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ചരിത്രം എങ്ങനെയാണ് വിശാലമായ ചരിത്രമായിട്ട് മാറുന്നത്? ഒരു ഈവൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനുള്ള സിസ്റ്റം എവിടെ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാനും പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ തരത്തിലുള്ള ജ്യോതിഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്രയോ പേര് ചെയ്യുന്നു, മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ. ചിലർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ടു ദ പോയിൻ്റാണ്, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ തലയും പാലും ഇല്ലാണ്ട് ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ ഈ പുക പോലെ എഴുതുന്ന ചില വിഭാഗക്കാരുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഫേസ്ബുക്കിൽ കാണാം അങ്ങനെ കുറേ പ്രവചനക്കാർ. ഇതെന്താ ഇവരിപ്പോൾ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായി. പക്ഷേ അവർക്ക് ഭയങ്കര ഫോളോവേഴ്സും ആയിരിക്കും. എന്നിട്ട് അങ്ങ് പറയണ സത്യമാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റൈൽ എന്താ വെച്ചാൽ എന്തോ ഉണ്ടെന്നൊരു പുകമറി ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി അനുവാചകൻ വായിക്കണവൻ്റെ മനസ്സ് അതിലേക്ക് ഡാറ്റ ആഡ് ചെയ്ത് അയാൾ പ്രവചിച്ചാണ് ശരിയായില്ലേ എന്നുള്ളത് ആക്കിക്കോളും. അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അങ്ങനത്തെ തട്ടിപ്പുകാർ കുറേ ഉണ്ട്. അത് എസ്പെഷ്യലി കേരളത്തിലാണത് കൂടുതൽ. ഈ ഫേസ്ബുക്കിൽ ചില എഴുത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഐഡൻറ്റിറ്റി റിവീൽ പോലും ചെയ്യാതെ ചെയ്യുന്ന ചില രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ എന്താ പറയുക, കൃത്യമായിട്ട് ഇത് പറയുന്ന, ഇനി തെറ്റിയാൽ ഞാൻ പറയണത് തെറ്റാണ്, എനിക്ക് തെറ്റി എന്ന് പറയാനുള്ള ആ ഒരു ആർജവമുള്ള മഹാത്മാക്കളുണ്ട്. ഇപ്പോൾ പി വി നരസിംഹറാവുവിനെയൊക്കെ പോലെ US-ലുള്ള അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ഇതിന് വേണ്ടിയിട്ട്. റാവു സാർ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, അവരെ പോലുള്ള ആൾക്കാർ, അവർക്ക് പ്രവചനം അവർ മാക്സിമം ടു ദ പോയിൻ്റ് പറയും. അവോയ്ഡ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ പറയും. അതായത് അവർ പറയും ഈ സമയത്ത് കുറച്ച് എന്താ പറയുക, നമ്മൾ ഒന്ന് തമിഴിൽ പറഞ്ഞ അടക്കി വാസിക്കുക എന്ന് പറയും. ഒന്ന് വലിയ ബഹളങ്ങളില്ലാതെ ജീവിക്കാൻ നോക്കുക, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഈ മാസങ്ങളുടെ ഇടയിൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അതിർത്തികളിലുള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ വരും. അവർ ഇപ്പോൾ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ 101% ആക്യുറേറ്റ് ആയിരിക്കും. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ പോലും അവർ വന്നിട്ട് പറയും ഞാൻ ഇന്ന ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തില്ല, അതുകൊണ്ട് ജ്യോതിഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, എനിക്ക് പറ്റിയ തെറ്റിതാണ്, നിങ്ങൾക്കിത് പറ്റരുത്. അതാണ് ഗ്രേറ്റ്നെസ്. സത്യം. അല്ലാണ്ട് കിടന്ന് മെഴുകുക എന്ന് പറയില്ല, ന്യായീകരിക്കില്ല. അതെ, എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് തെറ്റിയതെന്ന് അവർ പറയില്ല, എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റി. അതാണ് ശരിയായിട്ടുള്ള ജ്യോതിഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ നിർണ്ണയിക്കാൻ നടത്തിയ ശ്രമത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആവാം, സക്സസ്ഫുൾ ആവാതിരിക്കാം. ഇൻഡിവിജ്വൽ തലത്തിൽ അശോക് ചോദിച്ച പോലുള്ള എഫർട്ടുകൾ നടക്കുന്നുണ്ട്, ധാരാളം നടക്കുന്നുണ്ട്. അവരും സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതുന്നതും പറയുന്നതും ഒക്കെ മികച്ച അസ്ട്രോളജി കേരളത്തിൽ തന്നെയുണ്ട്. ചില വ്യക്തികൾ നന്നായിട്ട് എഴുതുന്നവരുണ്ട്, അവർ പറയണത് പക്കയായിട്ട് വരാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും വരെയും ഇടപെടലുകൾ നടത്തുന്ന ജ്യോതിഷന്മാരുണ്ട് കേരളത്തിൽ. നല്ല വൃത്തിയായിട്ട് പറയും. അവരുടെ ശാസ്ത്രം ഗുരുത്വമുള്ളതും കുറ്റമറ്റതുമായിട്ട് തന്നെ എന്ന് പറയാം, അങ്ങനെ തന്നെ നടക്കണവരുണ്ട്. എന്നാൽ അപ്പുറത്ത് പുകമറ ഉണ്ടാക്കിയിട്ട് വാലും തലയില്ലാതെ പറഞ്ഞിട്ട് ആൾക്കാരെ കൈയടി മേടിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈതർ സൈഡാണെങ്കിലും ഇതൊരു കലക്റ്റീവ് കൂട്ടായ്മ, ഒരു ഔദ്യോഗിക ബോഡിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പഴയകാലത്ത് രാജാവിനൊരു ജ്യോതിഷ സഭയുണ്ടാവും, ഇത് മുഴുവൻ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരാഹമിഹിരനൊക്കെ ഉണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത വിക്രമാദിത്യനുണ്ടായിരുന്നു, വരാഹമിഹിരനൊക്കെ അതിലായിരുന്നിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഔദ്യോഗിക ബോഡി ഇല്ലല്ലോ.
അത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെ പുരോഗമനക്കാർ കുഴപ്പമുണ്ടാക്കും അല്ലേ? ഒരു മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള പോലെ ഒരു ജ്യോതിഷം ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലല്ലോ നമുക്ക്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളതുപോലെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പാനൽ ഓഫ് ആൾക്കാരില്ല. എന്തിനാ പാനൽ വെക്കേണ്ടത് വെച്ചാൽ പണ്ടത്തെ മാതിരി രാജജ്യോതിഷനും ആവാൻ പാടില്ല. അപ്പോൾ അവർക്ക് മുൻവിധികൾ വരും. ഇത് പിയർ റിവ്യൂ വേണം. ഒരാൾ പറഞ്ഞതിനെ തർക്കിക്കാൻ വേറൊരാൾ വേണം. നമ്മളിപ്പോൾ പ്രശ്നം വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള തർക്കത്തിന് ഒരാളുണ്ടാവും, ആ ദേശത്തെ പണിക്കരുണ്ടാവും. എന്തിനാ? തർക്കിക്കാൻ തന്നെയാണ്. കാരണം തേച്ചും എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ജ്യോതിഷം അതിനുള്ള വകുപ്പ് തരുന്നുണ്ട് അല്ലേ? സോ അതിനൊരു ഓർഗനൈസ് സ്ട്രക്ചർ ഇല്ലാത്തതാണ് പ്രശ്നം. എഫർട്ട് ഇല്ലാഞ്ഞിട്ടല്ല, ധാരാളം പേര് എഫർട്ട് ഇടുന്നുണ്ട്, നന്നായി പറയാനും ശ്രമിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടെങ്കിലും ആൾക്കാർ അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മളൊക്കെ ഇരുന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട് ഇപ്പോൾ നമ്മൾ ചില പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൽ പറയണതൊക്കെ കാലാധിപത്യമായിട്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കാളിയുടെ കാവുകളൊക്കെ വലിയ സ്വാധീനം, അല്ലെങ്കിൽ പണ്ട് ഞാൻ കുലദേവതയൊക്കെ, അതൊക്കെ ഒരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും എത്രയോ പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനോ അശോക് നമ്മളൊക്കെ ഇത് താല്പര്യം കൊണ്ട് നോക്കിയവരാ. അത് നമ്മുടെ ഉപജീവനമല്ല. പിന്നെ മാത്രമല്ല, ഇത് നമ്മളൊരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതിനെ പങ്കുവയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം നമ്മളാരും ഒരു പ്രൊഫഷണൽ ജ്യോതിഷത്തിലേക്കോ ഒന്നും പോകുന്നവരല്ലല്ലോ. ഈ കാളികാവിൽ തന്നെ ശരത്തേട്ടൻ പറഞ്ഞതിനകത്ത് ഒത്തിരി നമ്മൾക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ മെഷേഴ്സ്, എസ്പെഷ്യലി കുടുംബദേവതകൾ അറിയാത്തവരുടെ കാര്യം പറഞ്ഞത്, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു അതൊക്കെ ഗ്രഹസംബന്ധിയാണ്. അതിൻ്റെയൊക്കെ പുറകിൽ, കർട്ടൻ്റെ പുറകിൽ ജ്യോതിഷമുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന പലരും പറഞ്ഞു അത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ്. ഞാനും ചെയ്യുന്നുണ്ട്. കാര്യം എൻ്റെ തന്നെ വീട്ടിൽ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒരു ജനറേഷൻ ആൾക്കാർക്ക് ക്ലാരിറ്റി ഇല്ല. ഉണ്ടായിരുന്നു, ഉണ്ടാവാം, ഇങ്ങനെ ഒരു. എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ സമ്പ്രദായങ്ങളെ ഇന്നും നന്നായി കൊണ്ട് നടക്കുന്ന ഒരു ഏരിയയാണ് വടക്കേ മലബാർ. അവിടെയും കലർപ്പുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാരതിന് എതിരെ അവരൊക്കെ ആവുന്ന വണ്ണം ശ്രമിക്കുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ആ വടക്കേ മലബാറിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടി. നമുക്ക് മധ്യ കേരളത്തിലും തെക്കുമാണ് പ്രായേണ നമുക്ക് ആ പഴയ സമ്പ്രദായങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ അവിടെയും ചുതികൾ വരുന്നുണ്ടെന്ന് ഇപ്പോൾ അവിടുന്ന് പലരും വിളിക്കുമ്പോൾ എനിക്കറിയുന്നുണ്ട്. പക്ഷെ അവർക്കത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ വലിയ മനസ്സിന് ഭയങ്കര തൃപ്തി. ആ തൃപ്തി ഗുരുവായൂരപ്പനുള്ളതാണ്, എനിക്കുള്ളതല്ല. ഞാൻ വെറൊരു അവിടെ നിമിത്തം അത്രയായി എന്ന് മാത്രം. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു സംഭവിച്ചാണ്, ഒരു പ്ലാൻ ചെയ്ത് പറഞ്ഞ പ്രഭാഷണമായിരുന്നില്ല അത്. ശരിക്കും അതൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ തട്ടകത്തെ ഒരമ്മ, കണ്ണോട്ടുകാവിൽ, പാലക്കാട്, അങ്ങനെ കറക്റ്റ് എനിക്ക് ആ 3 ദിവസം ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ അവരുടെ അവിടുത്തെ മാതൃസമിതി അമ്മമാരിങ്ങനെ കുറേ പറയണു. അപ്പോൾ അങ്ങനെ ചെയ്ത പ്രഭാഷണമായിരുന്നു അത്. അതെന്തോ അത് ഈ പൂർണ്ണമായിട്ട് അമ്മയുടെ നിശ്ചയം, ഗുരുവായൂരപ്പൻ്റെ സ്നേഹം, അതാണ്, അത്രേ ഉള്ളൂ. ശരത്തേട്ടാ, ഈ നമ്മൾ അലൈൻമെൻറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി പറഞ്ഞു. കുംഭമേള വരുന്ന പോലത്തെ ഒരു പോസിറ്റീവ് ഉണ്ടാവുന്ന ഒരു അലൈൻമെൻറ്റിനെ കുറിച്ച്, ഗ്രഹങ്ങളുടെ അലൈൻമെൻറ്റ് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഒരേ നിരയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രളയമുണ്ടാവുമോ? ഇത് രാവണൻ ഇന്ദ്രജിത്ത് ജനിക്കണ സമയത്ത് ചന്ദ്രഹാസം എടുത്ത് കാണിച്ചിട്ട് നിങ്ങളൊക്കെ ഒറ്റ ലൈനിൽ നിൽക്കുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് ഈ അസംബ്ലിക്ക് നിൽക്കാൻ പറഞ്ഞ മാതിരി പറയണേ. നോക്കൂ, ഒരു പ്രാമാണിക ഗ്രന്ഥവും ക്ലാസിക്കൽ ഗ്രന്ഥവും ഗ്രഹങ്ങൾ ഒരു പർട്ടിക്കുലർ ലൈനിൽ വന്നു കഴിഞ്ഞാൽ ലോകം നശിക്കുന്ന എവിടെ എഴുതി വെച്ചിട്ടില്ല. ആചാര്യന്മാർ അത്രയ്ക്ക് എന്താ പറയുക, ഷാലോ അല്ല, മനസ്സിലായില്ലേ? പ്രളയം, പ്രകർഷണ ലയം എന്നാണ്. അതായത് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും വിശേഷമായിട്ട് ഉണ്ടാവേണ്ട ലയം. അതെന്താ? ആത്മീയമായിട്ടുള്ള ലയനമാണത്. ശരീരം ഒരു വ്യക്തിക്ക് മോക്ഷമാവുന്നതാണ് യഥാർത്ഥ പ്രളയം. അത് സകല ചരാചരങ്ങൾക്ക് ഒന്നിച്ചുണ്ടായത് പ്രളയമായി. അത് പിന്നെ ഒരു തിരിച്ചു വരവില്ല, അതിൻ്റെ സോഴ്സിലേക്ക് പോയി. പിന്നെ കുറേ കാലം അത് ഇനർട്ടാണ്, ക്രിയേഷനും ഇല്ല, ഒന്നും ഇല്ലാണ്ട് കിടക്കുക. അപ്പോൾ അതിന് മുമ്പുള്ള ആ ഒരു തിരിച്ചുപോക്കിൻ്റെ സമയം. സംഹാരിച്ചാൽ നമ്മുടെ വിചാരം എല്ലാം കുത്തിക്കൊല്ലുക, അങ്ങനെയല്ല. ലയിച്ച് ശരീരങ്ങളില്ലാതായി പോവുക, ഓബ്ജക്റ്റ് കാണാവുന്നതായിട്ട് ഒന്നും പ്രപഞ്ചത്തിൽ ഇല്ലാതായിട്ട് പോവുക. വേണമെങ്കിൽ ഒരു വലിയ ബ്ലാക്ക് ഹോളായി മാറുക, വാട്ടവർ. ഒരു ഊർജം പോലും അല്ലാതെ എന്താണെന്നറിയാത്ത ഒരു തലത്തിലേക്ക് വേണം പ്രളയം എന്ന് പറഞ്ഞ്. അതിനെ ഒരിക്കലും ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പുരാണങ്ങളിൽ പോലും പ്രളയത്തിന് വളരെ ഗഹനമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇന്നീ കേൾക്കണ കഥ വരില്ല. മാർക്കണ്ഡേയൻ പ്രളയം കാണുന്നതൊക്കെ, ഞാൻ മാർക്കണ്ഡേയൻ്റെ പ്രളയ ദർശനമൊക്കെ പലതവണ ഞാൻ വിസ്തരിച്ച് പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പ്രളയം എന്ന്?
നിത്യപ്രളയം, നൈമിത്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഹാപ്രളയം ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതൊന്നും ഈ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ഒരു ജ്യോതിഷം വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ആസ്ട്രോണമിക്കൽ കലാമിറ്റി അല്ല, ജ്യോതിശാസ്ത്രപരമായിട്ട് വരുന്ന ഒരു അപകടമൊന്നുമല്ല. ഗ്രഹയോഗങ്ങൾ സൂചിപ്പിക്കാം എന്നേ ഉള്ളൂ, സൂചിപ്പിക്കുന്നേ ഉള്ളൂ, പോസിബിലിറ്റിയാണ് അവിടെ. പക്ഷേ അപ്പോഴും അത് ഇത്രാം തീയതി ഇന്ന ദിവസം ലോകം അവസാനിക്കും എന്നുള്ള ആ ഒരു സങ്കല്പം സനാതനധർമ്മത്തിലില്ല. അതിൻ്റെ ഔട്ട്പുട്ടാണ്, അതിൻ്റെ ഫിലോസഫി. ആ ബ്രഹ്മവിദ്യയിൽ നിന്നിട്ടാണ് ജ്യോതിഷത്തിൻ്റെ നിലനിൽപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ. അതുകൊണ്ട് ജ്യോതിഷം ആ വിഡ്ഢിതരം പറയില്ല. അതുകൊണ്ട് ലോകാവസാനവും പ്രളയവും ഒന്നും എന്താ പറയുക, ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളെ ഒരു വരിയിൽ നിർത്തിയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് വരിയിൽ വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ള മിഥ്യാസങ്കല്പങ്ങളൊന്നും പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ വരാം, ആ മാറ്റങ്ങളെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം അങ്ങോട്ട് അടച്ചുപൂട്ടി ഭഗവാൻ കുറച്ച് കാലം റിട്ടയർമെൻറ്റ് ലൈഫിന് പോകാമെന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഒന്നും ഇതിൻ്റെ അകത്ത് എന്താ പറയില്ല. അത് ലോകനാശത്തിനെ ഒന്നും എന്തായാലും സൂചിപ്പിക്കുന്നില്ല, അത് സംശയമില്ല. ഇനി ഞാൻ ഉറക്കത്തുനിന്ന് എഴുന്നേക്കട്ടെ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പോവില്ല എന്നൊരു ശരത്തേട്ടൻ്റെ പ്രഭാഷണത്തിൽ ഭഗവാൻ ഇങ്ങനെ ഞാൻ ഇനി ഉറങ്ങിക്കൊണ്ടേ ഇരിക്കാൻ എണീക്കില്ല. ശരത്തേട്ട, ഈ ജ്യോതിഷം ഇപ്പോൾ നമ്മളായാലും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആയാലും നാളെ മോൻ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് മാത്രമാണ് മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ജ്യോതിഷം എന്താണെന്നുള്ളത് കുറച്ച് മുമ്പേ ഉള്ളൊരു എപ്പിസോഡിൽ ശരത്തേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ബിയോണ്ട് ഈ ഹ്യൂമൻ ഇവൻസിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു ടൂളാണോ ഈ ആസ്ട്രോളജി? അങ്ങനെ അത് പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ ഈവൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ടല്ല. വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദി ഡേ സാക്ഷാത്കാരമാണ് ഇതിൻ്റെ ലക്ഷ്യം. സാക്ഷാത്കാരം എങ്ങനെയാണ് വരിക? അവനവനെ മനസ്സിലാക്കണേ കൂടെ വരിക. അത് രണ്ട് തലത്തിൽ. ആദ്യം മനസ്സിലാകുന്നത് അവനവൻ്റെ ശരീരത്തിൻ്റെ വിഷയങ്ങൾ, അവനവൻ്റെ മനസ്സിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ ജ്യോതിഷം വഴി മനസ്സിലാക്കാം. ആത്യന്തികമായിട്ട് താൻ ബ്രഹ്മസ്വരൂപമാണെന്ന് മനസ്സിലാക്കാം. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് സകലത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്നും മനസ്സിലാക്കിപ്പിക്കണം. 3 തലത്തിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കാനാണ് ജ്യോതിഷം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയുടെയും സ്ട്രെങ്ത്തുകൾ എന്താ, നമ്മുടെ കർമ്മവാസനകൾ എന്താ, നമ്മൾ ഏതിലാണ് നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടെൻഡൻസീസ് നമ്മൾ ക്യാരി ഓവർ ചെയ്ത് വന്നിട്ടുള്ളത് ജനറ്റിക്കായിട്ടും നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ക്യാരി ചെയ്ത് വന്നിട്ടുള്ള ടെൻഡൻസീസ്, നമ്മുടെ വാസനകൾ, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് കിട്ടുമ്പോൾ വി ക്യാൻ ബി എ ബെറ്റർ അല്ലേ? നമ്മുടെ ഒരു ബെറ്റർ വെർഷൻ, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബെറ്റർ വെർഷൻ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തരികയാണ് ജ്യോതിഷത്തിൻ്റെ ജോലി. അതാണ് ഫസ്റ്റ്. സെക്കൻഡാണ് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ പ്രവചനങ്ങളിലേക്ക് പോകുന്നത്. ഫലഭാഗത്തിനെ തള്ളി പറയുന്നില്ല. ഇന്ന് പക്ഷേ ഫലഭാഗം മാത്രമേ ഉള്ളൂ. ആരും പക്ഷേ ജ്യോതിഷത്തിൽ എവിടെയും ഒരു ജ്യോതിഷനും നിങ്ങൾക്ക് എങ്ങനെ മെച്ചപ്പെടാം സ്വയം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. കുറേ ഹോമം പൂജ പറഞ്ഞു കൊടുക്കും, അത് ചെയ്താൽ ഇത് മാറും, ഇത് ചെയ്താൽ ഇത് മാറും. ഇന്നീ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമായിട്ട് നിൻ്റെ ഉള്ളിലൊരു വാസനയുണ്ടല്ലോ, അതിന് കാരണമായിട്ടൊരു കർമ്മം ഉണ്ടല്ലോ, അത് നീ മാറ്റാൻ ഈ വഴി ചെയ്യാമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. ഇവരൊക്കെ സിംറ്റങ്ങളെ ചികിത്സിക്കുന്നു. അലോപ്പതിക്ക് പറയുന്ന ഏറ്റവും വലിയ എന്താ പറയുക ആരോപണം സിംറ്റത്തിന് ചികിത്സിക്കണമെന്നാണ് അല്ലേ? അത് തന്നെയാണ് ഇന്നത്തെ ഫലഭാഗ ജ്യോതിഷം മാത്രം പറയുമ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ജ്യോതിഷം നമ്മളെ ശരിക്കും പഠിപ്പിക്കണം എന്താ വെച്ചാൽ ധർമാനുസൃതമായിട്ട് ജീവിക്കാനാണ്. ധർമാനുസൃതമായിട്ട് ജീവിക്കുക. എന്താ ധർമ്മം? പ്രപഞ്ചത്തിൻ്റെ താളത്തിൻ്റെ ആ ആക്ടിവിറ്റി, ഏത് താളം കൊണ്ടാണോ പ്രപഞ്ചം നിലനിൽക്കുന്നത്, എന്ത് ആക്ടിവിറ്റി കൊണ്ടാണോ നിൽക്കുന്നത്, അത് ധർമ്മം. ആ ധർമ്മത്തിനനുസരിച്ച് ജീവിച്ചാൽ യു ആർ ഓൾവേസ് അലൈൻഡ് വിത്ത് ദി യൂണിവേഴ്സ്. വെൻ യു ആർ അലൈൻഡ് വിത്ത് ദി യൂണിവേഴ്സ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദി യൂണിവേഴ്സ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ്. ഞാൻ പറയാറില്ല തമാശയ്ക്ക്, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയില്ലല്ലോ. അതുപോലെ ആ അലൈൻമെൻറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ സുഗമമാവും. ആ സുഗമമാവുക എന്നുള്ളത് നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽസ് ഉണ്ടാവുക എന്ന് മാത്രം. അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയും നമുക്ക് തരും.
അതുകൊണ്ട് നമ്മുടെ ബെറ്റർ വേർഷൻ ആക്കാനാണ് ജ്യോതിഷം യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ബൈ മോഡിഫൈയിങ് ഓർ ഹെൽപ്പിംഗ് us live every moment. നൈസ്. അല്ലേ? റൈറ്റ്. ആലോചിച്ച് നോക്കൂ. കറക്റ്റാണ്. അതെ. നമ്മളെ ഓരോ നിമിഷവും എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചിട്ട് സദാനന്ദൻ്റെ സമയത്തിൽ വരിക വരുത്. ആ സിനിമ അതുപോലെയല്ല, സദാനന്ദൻ്റെ സമയത്തിൽ പോലെയല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം എന്താ വെച്ചാൽ കണ്ണ് തട്ടേണ്ടതിന് പുരിയത്തി തടിച്ചില്ല, അതിൻ്റെ ഭയം ക്യാരി ചെയ്യാനല്ല. ഇതൊരു ഗെയിമായിട്ട് കണ്ട നല്ല രസമാണ്. ഒരു കളി പോലെ കൊണ്ടുപോകാം. ഒരു അറിവ്, ആ അറിവ് വെച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലേ? ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് അറിയാം നമുക്ക്. ചിലപ്പോൾ ഗൂഗിളിൽ അമ്മ നമ്മളെ വഴിതെറ്റിക്കുന്നൊക്കെ അറിയാം. ആ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും, റൂട്ടും നോക്കും. ഇതുമാതിരി നോക്കിക്കൊണ്ടുപോയാൽ മതി. ശാസ്ത്രം അതിൻ്റെ കോറിൽ സത്യമാണ്, അതിന് തെറ്റില്ല. നമ്മുടെ വിവേചനം അപ്ലൈ ചെയ്തുകൊണ്ട് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ സംഭവമാണ്. അപ്പോൾ നാച്ചുറലി അത് ഫലഭാഗം മാത്രമല്ല, എങ്ങനെ ധർമാനുസൃതമായിട്ട് ഓരോ നിമിഷവും ജീവിതത്തിൽ കടന്നു പോകാം, ജീവിക്കാം, ലീവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, പരിപൂർണതയിൽ ജീവിക്കാമെന്ന് ജ്യോതിഷം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫലഭാഗം അതിൻ്റെ സെക്കൻഡറി. പക്ഷെ നമ്മളിന്ന് അൺഫോർച്ചുനേറ്റ്ലി ഫലഭാഗത്ത് അതിലാണ് കുടുങ്ങി കിടക്കുന്നത്. ദാറ്റ്സ് വെയർ മണി ഈസ്. അല്ലേ? നമ്മളുടെ ഈ ഹ്യൂമൻ ലൈഫ് പ്രഡിക്ഷൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ പറഞ്ഞായിരുന്നു. നമ്മൾ ഫോർച്യൂണും ഫ്യൂച്ചർ ഇതിനും ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ പ്രഡിക്ഷൻസിനകത്ത് ചിലവർക്ക് ഈ പല ടൈപ്പ് യോഗങ്ങൾ പറയാറുണ്ട്. രാജയോഗം, ധനയോഗവും ഇങ്ങനത്തെ ഇത് പറയാറുണ്ട്. അപ്പം ശരിക്കും ഇതെങ്ങനെയാണ് ഈ യോഗങ്ങളിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള റീസൺ അതെങ്ങനെയാണ്? കാര്യം ഞാൻ ചോദിക്കാനുള്ള കാരണം, ഈ യോഗ എല്ലാവർക്കും വരാറില്ല. 1000 പേരുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ എന്താ പറയുക, മനസ്സിലായി വണ്ടി എങ്ങടെ പോകും. ഒരാൾക്ക് അത് ചിലപ്പോൾ, ഫോർ എക്സാമ്പിൾ അംബാനി ധനയോഗവും രാജയോഗവും ഒക്കെ എപ്പോഴും നടക്കുന്നു, രജനീകാന്ത് ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾ ഓൺ പേപ്പേഴ്സ്, പക്ഷെ ഇൻ എഫക്റ്റ് വി ഡോണ്ട് സീ എനിത്തിങ്. അപ്പോൾ എന്താ കടന്നു പോകണമെന്ന് അവർക്ക് അറിയുള്ളൂ. അത് കറക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട്? ഇപ്പം നമുക്കൊക്കെ ഇത് ഇങ്ങനെ യോഗമുണ്ട്, പക്ഷെ എനിക്കത് ഫലിക്കാറില്ല, അറിയുന്നില്ല ഞാനത്, ഇനിയിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് അതിപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എന്താ പ്ലസ് ആയിട്ടുള്ള യോഗങ്ങളുണ്ട്, മൈനസ് ആയിട്ടുള്ള യോഗങ്ങളുണ്ട്. ഇപ്പോൾ രാജയോഗം, ദൈന്യയോഗം, ശാകടയോഗം, അല്ലേ? ദൈന്യയോഗം അങ്ങനെയല്ല, ദൈന്യമായിട്ടുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെയുണ്ട്. ഇപ്പോൾ നല്ല യോഗങ്ങൾ ചക്രവർത്തി യോഗമുണ്ട്, ശരഭയോഗമുണ്ട്, ഹംസ യോഗമുണ്ട്, രുചക യോഗമുണ്ട്, ഭദ്രമഹായോഗം, അങ്ങനെയൊക്കെ അനവധി യോഗങ്ങളുണ്ട്. മോശം യോഗങ്ങൾ, കേമദ്രുമ യോഗം, അങ്ങനെയൊക്കെ യോഗങ്ങളുണ്ട്. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനറ്ററി കോമ്പിനേഷൻ മാത്രമാണ്. നമ്മൾ ഇന്നൊരു കാര്യം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ മാത്രമാണത്. ആ സാഹചര്യം മാറാം, അല്ലെങ്കിൽ അതേപടി നടക്കാം. 3 കാര്യങ്ങളത് ഡിറ്റർമിൻ ചെയ്യണം. വെറുതെ ഗ്രഹം ജന്മത്തിൽ നിന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒന്നാമത്തത്, നമ്മൾ കടന്നു പോകുന്ന ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ്, അത് ഒരു ഫാക്ടറാണ്. കുറച്ച് ജ്യോതിഷമാണ്, കൂടുതൽ ആഴത്തിൽ പോകുന്നില്ല. അതിൽ 3ാമത്തെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കെത്താം. ഒന്ന്, നമ്മൾ കടന്നു പോകണ ദശയ്ക്കനുസരിച്ചിട്ട് യോഗം മാനിഫെസ്റ്റ് ആവാനും ആവാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. യോഗം അവിടെ ഉണ്ട്, സാഹചര്യം അവിടെ ഉണ്ട്, സംഭവം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഇതെടുത്ത് ചൂടാക്കണ്ടേ? അത് എടുക്കുക എന്നുള്ള, ആ എടുത്താലും അത് കൊള്ളുമോ, ഇതാണ് വിഷയം. അപ്പോൾ ഒന്ന് ദശയുടെ ഇതനുസരിച്ച്. 2, ഗോചരം, ട്രാൻസിറ്റ്, പ്ലാനറ്റിൻ്റെ ഇപ്പോഴത്തെ ട്രാൻസിറ്റ്. ഏത് പ്ലാനറ്റുകളാണോ ആ യോഗത്തിന് കാരണമായി നിൽക്കണം, അവരുടെ ഇപ്പോഴത്തെ ട്രാൻസിറ്റ്, ഗോചരം, ഇതും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതാണ് ജ്യോതിഷത്തിൻ്റെ 2 പ്രധാന ഘടകങ്ങൾ. 3ാമത്തെ പക്ഷേ ഒരു ഘടകമുണ്ട്, അത് മനുഷ്യൻ്റെ കയ്യിലാണ്. പുരുഷാർത്ഥം എന്ന് പറയും, പരിശ്രമം, എഫർട്ട്. നമ്മുടെ എഫർട്ടാണ് യോഗത്തിനെ നടപ്പിൽ വരുത്തുന്നതോ ഇല്ല, അല്ലാണ്ട് കസേരപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇത് വരണമെന്നില്ല. ദശയും ഗോചരവും അനുകൂലമാണെങ്കിൽ ഈ എഫർട്ട് അല്പം ഇടുമ്പോഴേക്കും വർക്കാവും. ദശയും ഗോചരവും അത്ര അനുകൂലം അല്ലെങ്കിൽ കുറച്ച് എഫർട്ട് അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കാവും. ദശയും ഗോചരവും ഒട്ടും അനുകൂലിക്കും, ഒരുപാട് അധ്വാനിച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം വർക്കാവും. ഏതെങ്കിലും ഒരു ദിവസം ഒരു നാൾ വരും, അതാണ് ആ ഒരു നാൾ, അത് അന്നത് വർക്കാവും.
അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ പല ആൾക്കാരും ഈ വിചാരിക്കുന്ന ഒരു വലിയ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഒരു യോഗം എന്നുള്ളതിനെ നമ്മളൊരു ഭാഗ്യത്തിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദുർഭാഗ്യത്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ഇതങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ പെർമനൻ്റായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിശ്ചലമായിട്ടുള്ള അനങ്ങാപ്പാറയായിട്ടുള്ളൊരു ഭാഗ്യത്തിലായിരിക്കും. പിന്നെ അതാണ് ഇപ്പോൾ അശോക് അംബാനിയുടെയും രജനി സാറിൻ്റെയൊക്കെ കാര്യം ചോദിച്ചത്, മനസ്സിലായില്ലേ? പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ഏത് മനുഷ്യജീവിതമാണ് അനങ്ങാപ്പാറയായിട്ടുള്ള ഭാഗ്യത്തിലുള്ളത്? മനുഷ്യജീവിതം നിൽക്കുന്നത് സദാ ഇളകിക്കൊണ്ടിരിക്കണം, നീങ്ങിക്കൊണ്ടിരിക്കണം, ചലിച്ചുകൊണ്ടിരിക്കണ കർമ്മത്തിലാണ്. ആ കർമ്മമാണ് ആ സാഹചര്യത്തെ നമ്മൾ പറയില്ലേ, വെൻ അയൺ ഈസ് ഹോട്ട് യു ഷുഡ് സ്ട്രൈക്ക് ഇറ്റ് എന്ന്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ വരും. ആ അവസരങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ യോഗം വേസ്റ്റാണ്. അപ്പം പ്രവർത്തനത്തിനാണ് ഇമ്പോർട്ടൻസ്. പ്രവർത്തിക്കാൻ തോന്നുന്നതിനെ ഈ ഗോചരവും ദശയും സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യും പിന്നീട്, അന്ന് ചെയ്യേണ്ട കാലത്ത് ഞാൻ ചെയ്തില്ല, അന്ന് ലാൻഡിന് വില കുറവായിരുന്നു, അന്ന് വാങ്ങായിരുന്നു അല്ലേ. ഇപ്പോൾ വെള്ളിക്ക് പാദസരം വാങ്ങണതിന് വിഷമായി തുടങ്ങിയ ആൾക്കാർക്ക്, കാരണം അന്ന് വാങ്ങായിരുന്നു. ഒരു വർഷം മുമ്പ് വെള്ളി പാദസരം മേടിക്കായിരുന്നെങ്കിൽ അല്ലേ. ഇപ്പോൾ വെള്ളിക്ക് വില കൂടി. അപ്പോൾ അതുപോലെ ഞാൻ പറയണത് എഫർട്ടാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗങ്ങൾ ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റിയാണ്, സെർട്ടനിറ്റി അല്ല. അതൊരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറയില്ലേ, നീയല്ലേ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത്. ഇനി വേറൊരാൾ പറയും, ഞാൻ അന്ന് ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിച്ചു, അതുകൊണ്ട് എനിക്കത് കിട്ടി. അതാണ് യോഗം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ, ഇപ്പം കേരളത്തിലും വിദേശത്തും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ, റീറ്റെയിലും ഹോട്ടലിങ്ങും ഒക്കെ, എല്ലാ ബിസിനസ്സുകളും ഒരു വളരെ ആദരണീയനായിട്ടൊരു വ്യക്തി കേരളത്തിൽ, മലയാളിയാണ്, ഗൾഫാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ കർമ്മകേന്ദ്രം. അദ്ദേഹം 90കളുടെ തുടക്കത്തിൽ ഗൾഫ് യുദ്ധം വന്ന സമയത്ത് എല്ലാവരും ഒരു പർട്ടിക്കുലർ ഗൾഫ് രാജ്യം വിട്ട് ഓടുമ്പോൾ അദ്ദേഹം മാത്രം പോയിട്ട് പുതിയ ഒരു കട തുടങ്ങാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഇത് അന്ന് അവിടുത്തെ രാജാവ്, ഭരണാധികാരി ഇതറിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എല്ലാവരും ഈ നാട് ഉപേക്ഷിച്ച് പോകുമ്പോൾ നീ മാത്രം എന്തിന് ഇവിടെ ഈ എഫർട്ട് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നാടാണ് എനിക്ക് ചോറ് തന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു മോശം സമയത്ത് ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ഇവിടെ നിന്ന്. അതാ മൊമെൻ്റാണ്, അതാ ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ദാറ്റ് വൺ ഇൻസിഡൻറ്റ് ചേഞ്ച് ഹിസ് ലൈഫ്. നമുക്കൊക്കെ അറിയണ ആളാണ് അദ്ദേഹത്തിന്. നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ പേരെടുത്ത് പറയേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി അവിടെ യൂസ് ചെയ്തതാണ്. അത് യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നാട്ടിൽ വന്ന് വേറെന്തെങ്കിലും അത് കഴിഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ ഈ പ്രഭാഷണം ചെയ്യാൻ ഞാൻ ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ ഇനോഗ്രേഷന് ഫംഗ്ഷൻ അവതാരകനായിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ബഹുമാനപ്പെട്ട ചെയർമാൻ വിളിച്ചിട്ട് ഞാൻ അന്ന് അവിടെ പോയതാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ഊണ് കഴിക്കാനായിട്ട് അപ്പുറത്ത് പോകുന്നു. ആ പോണേന് തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനിട്ട് സാറിൻ്റെ അടുത്തിട്ട് പറഞ്ഞു, സാറേ ഞാൻ വരില്ല, കുറവ് ഒഴിയാൻ നോക്കി. എന്നിട്ട് സാറെന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലണു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലു. എന്നിട്ട് എന്നെ നിർബന്ധിച്ചിട്ട് ഒരു ആശ്രമത്തിൽ കൊണ്ടുപോകണു. അവിടെ വെച്ചൊരു ലൈവ് ഉണ്ടാവണു. അതിൻ്റെ ഒരു ട്രിഗറാണ് ഞാൻ പറയണത്. അതുപോലെ അതായത് സമയത്തെല്ലാം നടന്നു. അതാണ് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു ടൈമിൽ അത് നടന്നു. അതിനു മുമ്പൊരു ദിവസം പാലക്കാട് രവിശങ്കർ രവിചേട്ടൻ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നാരായണീയത്തിൻ്റെ 1ാമത്തെ ശ്ലോകം നീ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഫോണിൽ പറഞ്ഞു കൊടുത്ത മുഴുവൻ അത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം അത് ആർക്കൊക്കെ അയച്ചു. അത് കറങ്ങി ലോകം മുഴുവൻ എത്തിയിട്ടാണ് എനിക്ക് ആദ്യം ഞാൻ ഗുരുവായൂർ വന്നിട്ട് പ്രഭാഷണം നടത്തുന്നത്, നരസിംഹതത്വം 2018. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് രാവിലെ ഓഫീസിൽ പോകാൻ നിൽക്കണ നേരത്ത് വളരെ ധൃതിയിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തു പോകുന്നതാണ്. ആ മൊമെൻ്റാണ് പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട താളത്തിന് അലൈൻഡായ സമയത്താണ് സംഭവിച്ചത്. സോ അത് മാനിഫെസ്റ്റായി. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ യോഗം വർക്കൗട്ടാവണം. യോഗങ്ങളൊക്കെ അവസരങ്ങളാണ്. ആ അവസരം പ്രയോഗിക്കണമെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. എന്ത് മൈൻഡ് സെറ്റ്? പ്രവർത്തിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പ്രവർത്തിക്കണം. അപ്പം മൈൻഡ് സെറ്റിനെ ബാധിക്കുന്നത് എന്താ? ഗ്രഹങ്ങളാണ്.
അതുകൊണ്ടാണ് അവിടെ അത്യാവശ്യം പോയിട്ട് ഈ ഗ്രഹങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട. അപ്പോൾ ശനിദശയ്ക്ക് ശനിയുടെ ഏറ്റവും വലിയ റെമഡി എല്ലാവരും വിചാരം എള്ളുതിരി കത്തിക്കൽ ശബരിമലയ്ക്ക് പോകണമെന്നാണ്. അതതിൻ്റെ താന്ത്രിക തലത്തിലുള്ള കാര്യമാണ്, ദ്രവ്യതലത്തിലും താന്ത്രിക തലത്തിലാണ്. മനുഷ്യൻ ചെയ്യേണ്ട ഒരു പണിയുണ്ട്, മടിയില്ലാണ്ട് ഇറങ്ങി പണിയെടുക്കണം. ശനിയുടെ ഏറ്റവും വലിയ പരിഹാരം ജോലി ചെയ്യുക എന്നുള്ളതാണ്. ശരീരമൊഴച്ച് പണിയെടുക്കണം. ഇതാരും അറിയില്ല. വിനയം ശീലിക്കണം. ശരീരത്തിനെ ഭ്രംശിപ്പിക്കുന്ന, മനസ്സിനെ ഭ്രംശിപ്പിക്കുന്ന, തോട്ട് പ്രോസസ്സുകളെ ചെതറിപ്പിക്കുന്ന തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. ഇതൊക്കെയാണ് ശനിദശയിൽ ആദ്യം ചെയ്യേണ്ടത്. കാരണം ശനിയുടെ ഇഫക്റ്റ് അങ്ങനെയാണ് നിൽക്കുക ശരീരത്തിൽ. തോട്ട് കറക്റ്റാവില്ല, മന്ദതയായിരിക്കും, എന്തിനും ആലസ്യവും മടിയായിരിക്കും, എന്ത് കാര്യത്തിൽ പോയാലും ഉടക്കുണ്ടാവും. അത് നമ്മളെ കൂടുതൽ കാച്ചി പഴുപ്പിക്കണ മാതിരി ഷാർപ്പാക്കി കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണെന്ന് അറിഞ്ഞാൽ മതി. കുന്തിദേവി ഭഗവാനോട് പറഞ്ഞു എനിക്ക് കൂടുതൽ ദുഃഖങ്ങൾ തരൂ എന്ന് പറഞ്ഞത് അവർ ഡിപ്രഷൻ മോങ്കറായതുകൊണ്ടല്ല, സോ ദാറ്റ് ഷീ ക്യാൻ റിഫൈൻ ഹേർ സെൽഫ്, കൂടുതൽ ശുദ്ധീകരിക്കാനും കൂടുതൽ പരിശീലിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ശനി പഠിപ്പിക്കുന്നത് നമ്മളെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ യോഗങ്ങളുടെ കാര്യത്തിൽ, യോഗങ്ങൾ ജാതകത്തിലുണ്ടാവാം, അത് ജനിച്ച സമയത്ത് പൂർവ്വത്തിലെ കർമ്മത്തിനനുസരിച്ചുണ്ടാവാം. അത് ഭഗവാൻ നമുക്ക് അവിടെ വെച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. ആ ഓപ്പർച്യൂണിറ്റീസിനെ വേണമെങ്കിൽ നമ്മളെടുത്ത് ഉപയോഗിക്കണം. അതിന് കണ്ടിന്യൂസ് ഒരു സാധാരണക്കാർ ഏത് കാലത്താണ് യോഗം ട്രിവറാകുമെന്നറിയില്ല. അവിടെ എന്ന് ശരീരം ഒഴിച്ച് പണിയെടുക്കാനുള്ള അവസരമുണ്ടോ അപ്പോഴൊക്കെ അത് ചെയ്തേക്കുക, ഇറങ്ങി പണിയെടുക്കുക, ഒരവസരവും കളയാതിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. അത് ആത്മീയതയിലാണെങ്കിലും ശരി, നിത്യ ലൗകികതയിലാണെങ്കിലും ശരി, ഏത് ലക്ഷ്യത്തിലും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഈ യോഗങ്ങൾ നമ്മളെ സഹായിക്കണമെങ്കിൽ ഈ പറഞ്ഞ 3 ഘടകങ്ങളും വേണം. അതിൽ പ്രയത്നത്തിന്, പുരുഷാർത്ഥം എന്ന് ഞാൻ അവിടെ ഉപയോഗിച്ചത് പ്രയത്നം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാണ്ട് നമ്മൾ സാധാരണ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നോക്കുക, അതുപോലും പ്രയത്നമാണ് അതിൻ്റെ അണ്ടർലൈൻ അല്ലേ. ധർമ്മം വളർത്തണമെങ്കിലും, കാമം ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും, അർത്ഥം ധനം സമ്പാദിക്കണമെങ്കിലും, ഇതിന് അന്ത്യത്തിൽ മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ, അന്ത്യം എന്നല്ല, നമ്മുടെ ഇതിൽ നിന്നൊക്കെയുള്ള ഡിറ്റാച്ച്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിലും പ്രയത്നം വേണം. അപ്പോൾ അതുകൊണ്ട് പ്രയത്നത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ച്, അതിനാണ് നമ്മൾ ജാതകഫലം എന്ന് പറയുന്നത്. പൂർവ്വകർമ്മത്തിനനുസരിച്ചും ഈ ജന്മത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഇതുവരെയുള്ള നമ്മുടെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ചിട്ടും ഇറ്റ് കുഡ് ബി ഈസിയർ, ഇറ്റ് കുഡ് ബി സ്ലൈറ്റ്ലി ഡിഫിക്കൾട്ട്, ഓർ ഇറ്റ് കുഡ് ബി വെരി ഡിഫിക്കൾട്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഫെയിലിയർ ഇല്ല. ഫെയിലിയർ എന്നൊന്നും ഇല്ല പ്രപഞ്ചത്തിൽ. ശരിക്കും ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് ഫെയിൽസ്. അത് മനസ്സിലാക്കാൻ സാധാരണ മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സത്യം അതാണത്. ഇപ്പം നമ്മൾ ഇന്നലെ ഉദ്ധവഗീതയുടെ ഇതിൽ പറയുമ്പോൾ ഭഗവാൻ പറയണില്ലേ, അതെ,